Divine Thoughts, a journey to the innermost recesses of our soul. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യനായി അവതരിച്ച ദൈവപുത്രനായ ഈശോ മിശിഹായുടെ ബാല്യകാലത്തെക്കുറിച്ച് അധികമൊന്നും നമുക്കറിയില്ല. ചുരുക്കം ചില വിവരണങ്ങൾ നമുക്ക് നൽകുന്നത് വിശുദ്ധ ലൂക്കാ സുവിശേഷകനാണ്. 2-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 20 വാക്യങ്ങളിൽ ആഘോഷപൂർവമായിട്ട് ഈശോയുടെ ജനനം വിവരിക്കുന്ന ലൂക്കാ സുവിശേഷകൻ തുടർന്ന് വരുന്ന വാചകങ്ങളിൽ 8-ാം ദിവസം നടന്ന പരിച്ഛേദനത്തെയും നാമകരണത്തെയും കുറിച്ച് നമുക്ക് ഹ്രസ്വമായ വിവരണം നൽകുന്നുണ്ട്. അതിന് ശേഷം വരുന്ന ഉണ്ണിമിശിഹായെ ദേവാലയത്തിൽ സമർപ്പിക്കുന്ന രംഗവും പിന്നീട് 12-ാം വയസ്സിൽ പെസഹ തിരുനാളിന് വേണ്ടി ജെറൂസലേം ദേവാലയത്തിൽ പോകുന്ന തിരുക്കുടുംബത്തിനുണ്ടാകുന്ന അനുഭവവുമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. നിയമദാതാവായ ദൈവം തന്നെയാണ് ഈശോ എങ്കിലും അവിടുന്ന് നൽകിയ നിയമത്തിന്, മോശയിലൂടെ നൽകിയ നിയമത്തിന് പൂർണ്ണമായി വിധേയനാകുന്ന, അങ്ങനെ സർവ്വ നിയമങ്ങളും പൂർത്തിയാക്കുന്ന, മനുഷ്യരായ നമ്മൾ എപ്രകാരമാണ് നിയമം അനുസരിച്ച് ജീവിക്കേണ്ടത് എന്ന് മാതൃകയാകുവാൻ വേണ്ടി അവിടുന്ന് നിയമങ്ങൾ അനുസരിക്കുന്നതാണ് ഇന്നത്തെ ഈ 2 സുവിശേഷ ഭാഗങ്ങളിലും നമ്മൾ കാണുന്നത്. ആദ്യ ഭാഗത്ത് ദേവാലയത്തിൽ സമർപ്പണത്തിനായി ശിശുവായ ഈശോയെ കൊണ്ടുപോകുമ്പോൾ ലേവ്യരുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ ഒരു സ്ത്രീ ഒരു കുഞ്ഞിന് ജന്മം നൽകി കഴിയുമ്പോൾ ആൺകുഞ്ഞാണെങ്കിൽ 7 ദിവസങ്ങൾക്ക് ശേഷം 8-ാം ദിവസം പരിച്ഛേദനം നടത്തണമെന്നും അതിനുശേഷം 33 ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ അമ്മയുടെ ശുദ്ധീകരണത്തിനായിട്ട് ഓർസലേം ദേവാലയത്തിൽ എത്തണമെന്നുമുള്ള നിർദ്ദേശം മോശയിലൂടെ നൽകപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഹോമയാഗത്തിനു വേണ്ടി ഒരു ആട്ടിൻകുഞ്ഞിനെയും പാപവിമുക്തിക്ക് വേണ്ടി ഒരു ചങ്ങാലിയെയോ ഒരു പ്രാവിൻ കുഞ്ഞിനെയോ സമർപ്പിക്കായിരുന്നു അമ്മയുടെ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട് നൽകപ്പെട്ടിരുന്ന നിയമം. ഇതോടൊപ്പം തന്നെ മറ്റൊരു നിയമം കൂടി പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 2 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഗർഭപാത്രം തുറക്കുന്ന ഓരോ കടിഞ്ഞൂലിനെയും എനിക്കായി വിശുദ്ധീകരിക്കുക, അവൻ കർത്താവിനായി സമർപ്പിതമായിരിക്കും എന്ന്. ഇപ്രകാരം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ആദ്യജാതനായ, ദൈവത്തിൻ്റെ തന്നെ ആദ്യജാതനായ മിശിഹായെ ഓർശലേം ദേവാലയത്തിൽ കൊണ്ടുചെന്ന് ദൈവത്തിന് സമർപ്പിക്കുന്നതിനായിട്ട്, അങ്ങനെ പുറപ്പാട് പുസ്തകത്തിൽ മോശയിലൂടെ നൽകപ്പെട്ട ദൈവിക നിയമം പാലിക്കുന്നതിനായിട്ട് യാത്രയാകുന്ന തിരുക്കുടുംബത്തെയാണ് നമ്മൾ സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗത്ത് കാണുന്നത്. നിയമം പാലിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് മനുഷ്യരായ നമുക്ക് മാതൃകയ്ക്ക് വേണ്ടിയാണ് ഇപ്രകാരം പരിശുദ്ധ കന്യകാമറിയവും യോസേപ്പും ഉണ്ണിമിശിഹായെ നിയമപാലനത്തിനു വേണ്ടി നിയമം അനുസരിച്ചു ദേവാലയത്തിൽ കൊണ്ടുപോകുന്നത് എന്ന് സഭാപിതാക്കന്മാർ പറയും. അവിടെ എത്തുമ്പോൾ ദീർഘദർശിയായ ശിമയോൻ ഉണ്ണിമിശിഹായെ കരങ്ങളിൽ സ്വീകരിച്ചുകൊണ്ട്, പുരോഹിതനും പ്രവാചകനുമായ ശിമയോൻ ദേവാലയത്തിൽ ഉണ്ണിമിശിഹായെ കരങ്ങളിൽ എടുത്തുകൊണ്ട് ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് പറയും, ഇതാ ലോകത്തിന് രക്ഷയായിട്ടുള്ളവൻ, രക്ഷകനായിട്ടുള്ളവനെ എൻ്റെ കണ്ണുകൾ നേരിട്ട് കണ്ടു കഴിഞ്ഞു, ഇനി എനിക്ക് മരിച്ചാലും കുഴപ്പമില്ല, എൻ്റെ ജീവിത സാഫല്യമായി എന്ന്. കാരണം ഈ ശിശുവാണ് വിജാതികർക്ക് വെളിപാടിനുള്ള വെളിച്ചമായിട്ട് നൽകപ്പെട്ടിരിക്കുന്നത്, ഇസ്രായേലിൻ്റെ മഹത്വമായിരിക്കുന്നവനിവനാണ് എന്ന് സർവ്വജനത്തിനും വേണ്ടിയുള്ള ആ രക്ഷകനായ മിശിഹായെ കരങ്ങളിലെടുത്തുകൊണ്ട് ശിമയോൻ റൂഹാദ് കുരിശായാൽ നിറഞ്ഞ് പ്രവചിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇതിനുശേഷം ഉണ്ണിമിശിഹ നസ്രത്തിൽ തിരികെ ചെല്ലുമ്പോൾ യൗസേപ്പിനും പരിശുദ്ധ കന്യകാമറിയത്തിനും വിധേയരായി ജീവിച്ചുകൊണ്ട് വീണ്ടും അനുസരണത്തിൻ്റെയും നിയമപാലനത്തിൻ്റെയും മാതൃക നമുക്ക് നൽകുന്നത് സുവിശേഷകൻ ഉണ്ട്. 40-ാം വാക്യത്തിൽ, ജ്ഞാനം നിറഞ്ഞ് ശിശു ശക്തിപ്പെട്ടുകൊണ്ടിരുന്നു, ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേലുണ്ടായിരുന്നുവെന്നാണ് ലൂക്കാ രേഖപ്പെടുത്തുന്നത്. 1-ാം അധ്യായം 66-ാം വാക്യത്തിൽ യോഹന്നാൻ മാംദാനയെക്കുറിച്ച്
അവൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് പറയുമ്പോൾ കർത്താവിൻ്റെ കരം അവൻ്റെ മേലുണ്ടായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതിന് സാദൃശ്യമാണ്, അതിന് സമാനമായിട്ടുള്ള പ്രയോഗമാണ് കർത്താവിൻ്റെ കൃപ അവൻ്റെ മേലുണ്ടായിരുന്നു എന്നുള്ളത്. രണ്ടാമത്തെ ഭാഗം നമ്മൾ കാണുന്നത് 41 മുതലുള്ള വാക്യങ്ങളിൽ ആണ്ടുതോറും പെസഹ തിരുനാളിന് തിരുക്കുടുംബം ഓർസലമിലേക്ക് പോയിരുന്നുവെന്നും ഈശോയ്ക്ക് 12 വയസ്സുള്ളപ്പോൾ പോയ വർഷത്തിൽ 12ാം വയസ്സിൽ നടന്ന സംഭവവുമാണ് 41 മുതലുള്ള വാക്യങ്ങളിൽ വിവരിക്കുന്നത്. അപ്പോൾ ആണ്ടുതോറും അവർ പോയിരുന്നു എന്ന് പറയുന്നതിൽ നിന്നും പതിവായിരുന്നത് പോലെ അവർ പെസഹ തിരുനാളിന് പോയി എന്നും ആമുഖത്തിൽ ലൂക്കാസ് സുവിശേഷകൻ 41ാം വാക്യത്തിൽ പറയുമ്പോൾ തിരുക്കുടുംബം ദൈവിക നിയമങ്ങൾ പാലിക്കുന്നതിൽ എത്രമാത്രം ശ്രദ്ധാലുക്കളായിരുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ്. യഥാർത്ഥത്തിൽ നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും ഇതൊരു മാതൃകയാകേണ്ടതാണ്. ദൈവിക നിയമങ്ങൾ, തിരുസഭയുടെ നിയമങ്ങൾ പാലിക്കുന്നതിൽ നമുക്കുണ്ടാകേണ്ട ശ്രദ്ധയെക്കുറിച്ചും കരുതലിനെക്കുറിച്ചുമാണ് തിരുക്കുടുംബം നമുക്ക് മാതൃക നൽകുന്നത്. ഇപ്രകാരം ഇവർ സംഘം ചേർന്നാണ് ഓർസലമിലേക്ക് തീർത്ഥാടനം നടത്തിയിരുന്നത്. ദേവാലയത്തിൽ പോയി തിരുകർമ്മങ്ങൾ സംബന്ധിച്ച് മടങ്ങി വരുമ്പോൾ വലിയ സംഘമായതുകൊണ്ട് ഉണ്ണി മിശിഹ ബന്ധുക്കളുടെയും കൂട്ടുകാരുടെയും കൂടെ ആയിരിക്കുമെന്ന് കരുതി അവർ യാത്ര തുടരുന്നു. പക്ഷേ മാർഗമധ്യയാണ് തിരിച്ചറിയുന്നത് ഉണ്ണി മിശിഹ കൂടെയില്ല എന്നുള്ളത്, 12 വയസ്സുള്ള ബാലനായ ശിശു കൂടെയില്ല എന്നുള്ളത്. അപ്പോൾ ബാലനെ കാണായികയാൽ അന്വേഷിച്ച് തിരികെ അവർ പോവുകയാണ് ഓർസലമിലേക്ക് തന്നെ. 3-ാം ദിവസം ഓർസലം ദേവാലയത്തിൽ ബാലനായ ഈശോയെ കണ്ടുമുട്ടുന്നു. അവിടെ ഇരുന്ന് ജ്ഞാനികളുടെ, പണ്ഡിതരുടെ, നിയമജ്ഞരുടെ സംസാരം ശ്രവിക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന തീക്ഷ്ണശാലിയായ, ബുദ്ധിശാലിയായ ഒരു ബാലനെയാണ് നമ്മളവിടെ കാണുക. ഇവിടെ ഈശോ എന്തെങ്കിലും പഠിപ്പിച്ചിരുന്നുവെന്ന് സുവിശേഷൻ പറയുന്നില്ല, മറിച്ച് പഠിക്കുന്ന, ചോദ്യങ്ങൾ ചോദിക്കുകയും ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും ചെയ്യുന്ന ബാലനായ ഈശോയെയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ദേവാലയത്തിൽ ഈശോയെ കണ്ടുമുട്ടുമ്പോൾ പരിശുദ്ധ കന്യാമറിയം ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ചെയ്തത്? ഞങ്ങളോട് പറയാതെ എന്തുകൊണ്ടാണ് നീ ഇവിടെ തങ്ങിയത്? നിന്റെ പിതാവും ഞാനും വളരെ ആകുലതയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നല്ലോ എന്ന്. അപ്പോൾ 2-ാം അധ്യായം 49-ാം വാക്യത്തിൽ ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിച്ചത്? കാരണം നിങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നോ ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങൾ വ്യാപൃതനായിരിക്കണമെന്ന്. യഥാർത്ഥത്തിൽ ഈശോയുടെ ബിലോങ്ങിങ്നെസ് എങ്ങോട്ടാണ്, അഫിലിയേഷൻ എങ്ങോട്ടാണ് എന്ന് വ്യക്തമാക്കുന്നതാണ്. കാരണം അവൻ മനുഷ്യനായി കന്യകയായ മറിയത്തിൽ നിന്ന് ജനിച്ചുവെങ്കിലും അവൻ ദൈവപുത്രനാണ്, ദൈവമാണ്. അവൻ മനുഷ്യനായത് തന്നെ ദൈവത്തിൻ്റെ പദ്ധതി നിറവേറ്റുവാൻ വേണ്ടിയിട്ടാണ്, ദൈവിക കാര്യങ്ങളിൽ വ്യാപൃതനാകുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ സത്യം ബാലനായിരിക്കെ തന്നെ തിരുക്കുടുംബത്തോടും ലോകം മുഴുവനോടും പ്രഘോഷിക്കുന്നതിനുള്ള ഒരു വേദിയായിട്ട്, അവസരമായിട്ട് ഇത് മാറുകയാണ്. ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കണമെന്നുള്ളത്. ഈശോ ദൈവപുത്രനായി അവിടുന്ന് മനുഷ്യനായത് തന്നെ ദൈവഹിതത്തെ നിറവേറ്റാൻ വേണ്ടിയായിരുന്നു, ദൈവിക കാര്യങ്ങളിൽ പൂർണ്ണമായി മുഴുകുവാൻ വേണ്ടിയിട്ടായിരുന്നു. അവിടുന്ന് ജീവിച്ചതും പ്രവർത്തിച്ചതും അവസാനം സഹിച്ചു മരിച്ച് ഉത്ഥാനം ചെയ്തതുമെല്ലാം ദൈവിക പദ്ധതിയുടെ നിർവഹണത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഈ ദേവാലയത്തിൽ കാണുന്ന ഈശോയുടെ, ദൈവിക കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കുന്ന ഈശോയുടെ ഒരു മാതൃക പഴയ നിയമത്തിൽ സാമുവേലിൻ്റെ 1-ാം പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതാണ് പഴയ നിയമത്തിലെ 2-ാമത്തെ വായന. സാമുവേലിൻ്റെ 1-ാം പുസ്തകം 3-ാം അധ്യായത്തിലെ ആദ്യത്തെ വാക്യങ്ങളിൽ നമ്മൾ വായിച്ചു കേട്ട സാമുവേലിൻ്റെ ചരിത്രം. ബാലനായ സാമുവേൽ, ഈശോയെ പോലെ തന്നെ ബാലനായ സാമുവേൽ, ഏലിയായിരുന്നു അന്ന് പുരോഹിതൻ. ഏലിയുടെ കാലത്ത് കർത്താവിൻ്റെ ഭവനത്തിൽ ദൈവത്തിൻ്റെ പേടകമുണ്ടായിരുന്ന കർത്താലയത്തിൽ ശുശ്രൂഷ ചെയ്തു പോരുമ്പോൾ കർത്താവായ ദൈവം സാമുവേലിന് പ്രത്യക്ഷപ്പെടുന്നതും സാമുവേലിനോട് സംസാരിക്കുന്നതും സ്വയം വെളിപ്പെടുത്തുന്നതുമെല്ലാമാണ് 3-ാം അധ്യായത്തിൽ സാമുവേലിൻ്റെ 1-ാം പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇവിടെ എത്രമാത്രം ശ്രദ്ധാപൂർവമാണ് ദൈവിക സ്വരത്തിന് ചെവി കൊടുക്കുവാൻ ഏലി പുരോഹിതൻ ബാലനായ സാമുവേലിനെ സഹായിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. കർത്താവ് വിളിക്കുമ്പോൾ ഇതാ ഞാൻ അങ്ങ് അരുൾ ചെയ്താലും എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് സാമുവേലിനെ ദൈവിക സ്വരത്തിന് ചെവി കൊടുക്കുവാൻ പരിശീലിപ്പിക്കുന്ന ഏലിയെ നമുക്ക് കാണാം.
ഇപ്രകാരം ദൈവഹിതത്തിന്, ദൈവസ്വരത്തിന് വിധേയനായി ജീവിക്കുന്ന ഈ ബാലൻ യഥാർത്ഥത്തിൽ ഈശോയുടെ തന്നെ ദൈവഹിതത്തിന് പൂർണ്ണമായി സമർപ്പിച്ച് ദൈവികാര്യങ്ങളിൽ മുഴുകി ദേവാലയത്തിലായിരിക്കുന്ന ഈശോയുടെ തന്നെ ഒരു മുൻരൂപമായിട്ട്, മുൻകുറിയായിട്ട് സഭാപിതാക്കന്മാരായ വിശുദ്ധ ആഗസ്തിനോസും ജോൺ ക്രിസോസ്റ്റോമും ഒക്കെ കാണുന്നുണ്ട്. ക്രിസോസ്റ്റോം പറയും, വിശ്വസ്തയോടുകൂടിയുള്ള ദൈവിക സ്വരത്തിനുള്ള അനുസരണത്തിന്റെ മാതൃകയാണ് ഇവിടെ സാമുവേലും ഈശോയും എന്നുമൊക്കെ. അപ്പോൾ ഈശോ എപ്രകാരമാണ് ദൈവഹിതത്തിന് വിശ്വസ്തയോടെ ദൈവിക സ്വരത്തിന് വിധേയനായിരുന്നത് എന്നുള്ളതിൻ്റെ ഒരു മുൻകുറിയായിരുന്നു സാമുവേൽ എന്നാണ് ജോൺ ക്രിസോസ്റ്റോം അഭിപ്രായപ്പെടുന്നത്. ദൈവിക പദ്ധതിയോട് സഹകരിച്ച് ദൈവിക പദ്ധതിയുടെ നിർവഹണത്തിനായിട്ട് മനുഷ്യനായി അവതരിപ്പിക്കുന്ന ഈശോ ദേവാലയ സമർപ്പണ വേളയിലും അതിന് സമാനമായ ഒരു രംഗം നമ്മൾ കാണുന്നുണ്ട്. ദേവാലയത്തിൽ ആദ്യജാതരെ സമർപ്പിക്കണമെന്നുള്ളത് ദൈവഹിതമായിരുന്നു. സാമുവേലിനെ സമർപ്പിക്കാനായിട്ട് സാമുവേലിൻ്റെ മാതാപിതാക്കളായ ഹന്നായും എൽക്കാനായും തീരുമാനിച്ചിരുന്നത് സാമുവേലിൻ്റെ 1-ാം പുസ്തകത്തിൽ 11 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. കാരണം വാർദ്ധക്യത്തിൽ വരെ മക്കളില്ലാതിരുന്നതിൻ്റെ ദുഃഖം പേറി ഹൃദയം നൊന്ത് പ്രാർത്ഥിച്ചിരുന്ന ആ ഹന്ന എൽക്കാന ദമ്പതികൾക്കാണ് ദൈവം ഒരു ശിശുവിനെ നൽകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ശിശു ലഭിക്കുകയാണെങ്കിൽ പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിച്ചു കൊള്ളാമെന്നുള്ള ആ വാഗ്ദാനം അത് ഹന്നായും എൽക്കന്നായും നിറവേറ്റുന്നതാണ് 1-ാം അധ്യായത്തിൻ്റെ 1-ാം പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം 27-ഉം 28-ഉം വാക്യങ്ങൾ കാണുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ട് വേണം നമ്മൾ അതും ഈശോയെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്രകാരം സമർപ്പിച്ചിരുന്ന ആദ്യജാതരെ വീണ്ടെടുക്കുവാനും തിരികെ ഭവനങ്ങളിലേക്ക് കൊണ്ടുപോകുവാനുമുള്ള ഒരു സാധ്യത പഴയ നിയമത്തിലുണ്ടായിരുന്നു. സംഖ്യയുടെ പുസ്തകം 3-ാം അധ്യായം 47-ഉം 48-ഉം വാക്യങ്ങളിൽ ദേവാലയത്തിൽ പുരോഹിതർക്കായി 5 ഷെക്കൽ സമർപ്പിച്ച് വീണ്ടെടുപ്പ് വിലയായി നൽകി ശിശുവിനെ തിരികെ ആദ്യജാതനെ സമർപ്പിച്ചു കഴിഞ്ഞാലും ദേവാലയത്തിൽ സമർപ്പിച്ചു കഴിഞ്ഞാലും തിരികെ കൊണ്ടുപോകാനുള്ളൊരു സംവിധാനമുണ്ടായിരുന്നു. അത് ഇസ്രായേൽ സമൂഹത്തിൽ ലേവി ഗോത്രം, അഹ്റോന്റെ വംശം പൗരോഹിത്യ ശുശ്രൂഷ ഏറ്റെടുക്കുന്നതിന് മുൻപ് അത് നിർവഹിച്ചിരുന്നത് ഇപ്രകാരം സമർപ്പിക്കപ്പെട്ടിരുന്ന ആദ്യജാതരായിരുന്നു. സമർപ്പിക്കുവാനുണ്ടായിരുന്ന നിയമം തന്നെ മിസ്രയീമിലെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽക്കാരെ അത്ഭുതകരമായ ദൈവം വിടുവിച്ചപ്പോൾ ആദ്യജാതരെ സംരക്ഷിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നന്ദി സൂചകമായിട്ടായിരുന്നല്ലോ. അപ്രകാരം അനുഷ്ഠിക്കണമെന്നുള്ളത് ദൈവിക കൽപ്പനയായിരുന്നുവെന്ന് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുമുണ്ട്. ഇപ്രകാരം സമർപ്പിച്ചിരിക്കുന്ന കുഞ്ഞിനെ വീണ്ടെടുക്കുവാനുള്ള സംവിധാനം ആരംഭിച്ചത് ലേവി ഗോത്രം, അഹ്റോന്റെ വംശം പുരോഹിത ശുശ്രൂഷ ആരംഭിച്ചപ്പോഴാണ്. അതുവരെ ഈ ആദ്യജാതരാണ് ദേവാലയത്തിലെ പുരോഹിത ശുശ്രൂഷ നിർവഹിച്ചിരുന്നത്. അതിനുശേഷം ഇവർ ആയിക്കഴിഞ്ഞപ്പോൾ, ലേവി ഗോത്രം ആ ശുശ്രൂഷ ഏറ്റുകഴിഞ്ഞപ്പോൾ അവരെ തിരികെ എടുക്കാം, വീണ്ടെടുപ്പ് വില നൽകിയാൽ മതി, 5 ഷെക്കൽ നൽകിയാൽ മതി എന്നുണ്ടായിരുന്നു. പക്ഷെ ഈശോയെ സ്വന്തം ഭവനത്തിലേക്ക്, നസ്രത്തിലേക്ക് തിരുക്കുടുംബം തിരികെ കൊണ്ടുപോകുന്നതായി കാണുന്നെങ്കിലും ഇപ്രകാരം സംഖ്യയുടെ പുസ്തകത്തിൽ പറയുന്ന ഈ 5 ഷെക്കൽ നൽകിയതായി കാണുന്നില്ല. പരിശുദ്ധ കന്യാമറിയത്തിന്റെ അമ്മയുടെ ശുദ്ധീകരണത്തിനായിട്ടുള്ള 2 ചെങ്ങാലികളെ സമർപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. കാരണം ഒരാട്ടിൻ കുഞ്ഞിനെയും അത് ഹോമബലിക്കായും ഒരു ചെങ്ങാലിയെയോ പ്രാവിൻ കുഞ്ഞിനെയോ പാപമുക്തിക്കുള്ള പരിഹാരമാണെന്ന് പറഞ്ഞിരുന്നതെങ്കിലും ദരിദ്രരായിരുന്നവർക്ക്, ആടിനെ സമർപ്പിക്കുവാൻ ശേഷിയില്ലാതിരുന്നവർക്ക് 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ 2 ചെങ്ങാലികളെയോ സമർപ്പിച്ചാൽ മതിയെന്നും നിയമത്തിൽ നിബന്ധനയുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സാധ്യത ഉപയോഗിച്ചുകൊണ്ടാണ് ദരിദ്ര കുടുംബമായിരുന്ന തിരുക്കുടുംബം 2 പ്രാവിൻ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച്, 2 ചെങ്ങാലികളെ സമർപ്പിച്ചുകൊണ്ട് നിയമം പൂർത്തിയാക്കുന്നത് എന്ന് നമ്മൾ കാണുന്നുണ്ട്. ദരിദ്രനായി തീർന്ന മിശിഹ, കൊരിന്തോസുകാർക്കുള്ള 2-ാം ലേഖനം 8-ാം അധ്യായം 9-ാം വാക്യത്തിൽ പൗലോസ്ലീഹ പറയുന്നത് പോലെ, സമ്പന്നനായിരുന്നെങ്കിലും ദരിദ്രനായി തീർന്ന മിശിഹ ദരിദ്രയായ പരിശുദ്ധ കന്യകാമറിയത്തിലും ദരിദ്രമായ കുടുംബത്തിലാണ് ജനിക്കുന്നത്. ദരിദ്രമായ സാഹചര്യത്തിലായിരുന്നല്ലോ അവിടുത്തെ ജനനവും. അപ്പോൾ ആ കാര്യം നിർവഹിക്കുന്നതല്ലാതെ, പരിശുദ്ധ അമ്മയുടെ ശുദ്ധീകരണത്തിനുള്ള നേർച്ച നിറവേറ്റുന്നതല്ലാതെ, കാഴ്ചകൾ സമർപ്പിക്കുന്നതല്ലാതെ, ശിശുവിൻ്റെ വീണ്ടെടുപ്പിനായിട്ട് സംഖ്യയുടെ പുസ്തകത്തിൽ കാണുന്നത് പോലെയുള്ള 5 ഷെക്കൽ സമർപ്പിക്കുന്നത് കാണുന്നില്ല. ഇതിനെക്കുറിച്ച് സഭാപിതാക്കന്മാർ പറയുന്നത്, മാതാപിതാക്കന്മാർ
കന്യകാമറിയവും യോസേപ്പ് പിതാവും ഉണ്ണി മിശിഹായെ പൂർണ്ണമായി ദേവാലയത്തിൽ സമർപ്പിക്കുകയായിരുന്നുവെന്നാണ്. ആരെ സമർപ്പിച്ചതുപോലെ? സാമുവേലിനെ സമർപ്പിച്ചതുപോലെ. സാമുവേൽ സമർപ്പിക്കപ്പെട്ടതുപോലെ തന്നെ കർത്താവിന് പരിശുദ്ധനായിട്ട് അവിടുന്ന് സമർപ്പിക്കപ്പെടുകയായിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് 12-ാം വയസ്സിൽ ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങൾ വ്യാപൃതനായിരിക്കണമെന്ന് നിങ്ങൾ അറിഞ്ഞുകൂടെ, നിങ്ങൾ അറിഞ്ഞിരുന്നില്ലേ എന്ന് ഈശോ ചോദിക്കുന്നതും നമ്മൾ കാണുന്നത്. ഇവിടെയും തിരികെ ഈ ദേവാലയത്തിൽ കണ്ടെത്തി കഴിയുമ്പോൾ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും യോസേപ്പ് പിതാവിൻ്റെയും കൂടെ തിരികെ പോകുന്ന ഈശോയുടെ തുടർന്നുള്ള ജീവിതത്തെക്കുറിച്ചും ലൂക്ക ഒരു വാചകം പറയുന്നുണ്ട്. 2-ാം അധ്യായം 52-ാം വാക്യത്തിൽ ജ്ഞാനത്തിലും ആകാരത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുൻപിൽ കൃപയിലും അവൻ വളർന്നു വന്നുവെന്ന്. ഈ കൃപയെക്കുറിച്ചായിരുന്നു 40-ാം വാക്യത്തിൽ പറഞ്ഞത്. അപ്പോൾ ഈശോയുടെ ഈ 30 വർഷക്കാലത്തെ ജീവിതത്തെ മുഴുവനെയും ലൂക്കാസ് സുവിശേഷൻ സംഗ്രഹിക്കുന്നത് കൃപയിൽ വളർന്നു വന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുൻപിൽ ശാരീരികമായും ബൗദ്ധികമായും വളർന്നതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ കൃപയിൽ വളർന്നു വന്നു. നമ്മുടെ ഓരോ ശിശുവിനെ കുറിച്ചും കുടുംബത്തിലെ ഓരോ കുഞ്ഞിനെക്കുറിച്ചും നമുക്ക് പറയുവാൻ സാധിക്കണം, അല്ലെങ്കിൽ നമ്മൾ വളർത്തേണ്ടത് ഇപ്രകാരം ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുൻപിൽ കൃപയിൽ വളരുന്നതിന്, ദൈവിക ജ്ഞാനത്തിൽ വളരുന്നതിന് വേണ്ടി കൂടിയാകണം വളർത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഉണ്ണി മിശിഹായ്, ബാലനായ മിശിഹായെ കുടുംബത്തിൽ നിന്ന്, കുടുംബ കൂട്ടായ്മയിൽ നിന്ന് അപ്രത്യക്ഷനാകുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ആ മിശിഹായെ കണ്ടെത്തുന്നത് ദേവാലയത്തിലാണ്. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും കുടുംബ കൂട്ടായ്മകളിൽ നിന്നും നമ്മുടെ കുഞ്ഞുങ്ങൾ, ബാലന്മാരും ബാലികമാരും അപ്രത്യക്ഷരാകുന്നുണ്ട്. പക്ഷെ അവർ പ്രത്യക്ഷപ്പെടുന്നത് ദേവാലയങ്ങളിലായിരുന്നുവെങ്കിൽ അത് അനുഗ്രഹപ്രദമായി തീരുമായിരുന്നു. പക്ഷെ ദേവാലയങ്ങളിൽ നിന്നുകൂടിയാണ് അവർ അപ്രത്യക്ഷരാകുന്നത് എന്നുള്ളത് നമ്മെ ചിന്തിപ്പിക്കേണ്ട കാര്യമാണ്. ദേവാലയത്തിന് വേണ്ടി, ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങൾ മാറി നിൽക്കുമ്പോൾ കുഴപ്പമില്ല. പക്ഷെങ്കിൽ അവർ പോകുന്നത് കുടുംബത്തിൽ നിന്നും അകലുന്നത് പോലെ തന്നെ ദേവാലയത്തിലും ദൈവിക കാര്യങ്ങളിൽ നിന്നുകൂടി അകലുമ്പോൾ അത് അവരുടെ പരാജയത്തിനും അധപതത്തിനും കാരണമായി തീരുമെന്നുള്ളതിന് സംശയമില്ല. എപ്രകാരമാണ് മിശിഹായുടെ സമർപ്പണം നമ്മുടെ ജീവിതത്തിന് മാതൃകയാകേണ്ടത് എന്നാണ് പൗലോസ് ശ്ലീഹ റോമായിലെ സഭയ്ക്ക് എഴുതുന്ന ലേഖനത്തിലെ 12-ാം അധ്യായത്തിലെ ആദ്യത്തെ വാക്യങ്ങൾ പറയുന്നത്. മിശിഹ പൂർണ്ണമായി ദൈവഹിതത്തിന് സമർപ്പിക്കപ്പെട്ടതുപോലെ തന്നെ നമ്മളും ഒരു സമർപ്പണം നടത്തേണ്ടതുണ്ട്. പൗലോസ് ശ്ലീഹ പറയുകയാണ്, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് സ്വീകാര്യവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിനെന്ന്. ഈശോയെ ദേവാലയത്തിൽ സമർപ്പിച്ചതുപോലെ, ഈശോ സമർപ്പിക്കപ്പെട്ടതുപോലെ നമ്മളും സമർപ്പിക്കപ്പെടണം. എന്താണ് നമ്മൾ സമർപ്പിക്കേണ്ടത്? ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നമ്മുടെ ശരീരങ്ങളെയാണ് വിശുദ്ധവും ദൈവത്തിന് സ്വീകാര്യവുമായ സജീവ ബലിയായി. അപ്പോൾ നമ്മൾ അർപ്പിക്കുന്ന കുർബാനയും നമ്മുടെ പ്രാർത്ഥനകളും എല്ലാം അത് നമ്മുടെ അസ്തിത്വം മുഴുവൻ്റേതുമാകണം, നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റേതുമാകണമെന്ന് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മെ തന്നെ സമർപ്പിക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ ബലിയർപ്പണം, നമ്മുടെ പരിശുദ്ധ കുർബാന അർത്ഥപൂർണമായി തീരുന്നത്. വിശുദ്ധവും ദൈവത്തിന് സ്വീകാര്യവുമായ സജീവ ബലിയായി, ജീവനുള്ള ബലിയായി നമ്മുടെ ജീവിതത്തിലൂടെ, അനുദിന ജീവിതത്തിലൂടെയാണ് നമ്മൾ ഈ സമർപ്പണം പൂർത്തിയാക്കേണ്ടത്. ഇതായിരിക്കട്ടെ നിങ്ങളുടെ ആത്മീയമായ ആരാധന എന്നാണ് ശ്ലീഹ പറയുന്നത്. പൗലോസ് ശ്ലീഹ തുടർന്ന് പറയുകയാണ്, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതികരവും പരിപൂർണവുമായതെന്തെന്നും വിവേചിച്ചറിയുവാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കുമെന്ന്. അപ്പോൾ ദൈവഹിതം മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കുന്നത്, വിധേയരായി ജീവിക്കുന്നതാണ് നമ്മൾ സ്വീകരിക്കേണ്ട മാതൃകയെന്ന് ഈശോ തൻ്റെ ബാല്യകാല ജീവിതത്തിലൂടെ നമുക്ക് വ്യക്തമാക്കിയല്ലോ. അപ്രകാരം സാധിക്കുന്നതിന് എന്താണ് ചെയ്യേണ്ടതെന്നാണ് പൗലോസ് ശ്ലീഹ പ്രായോഗികമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ലേഖനത്തിലൂടെ. ഈ തിരുലിഖിത വായനകൾ നമ്മെ എത്തിക്കുന്നത് എപ്രകാരമാണ് ദൈവസ്വരത്തിന് നമ്മൾ ചെവി കൊടുക്കേണ്ടത്. അത് ആദ്യ വായനയിൽ പുറപ്പാട് പുസ്തകം 34-ാം അധ്യായത്തിൽ നിന്ന് സീനാമലയിൽ നിന്ന് ഫലകങ്ങളുമായി വരുന്ന മൂശയെ കൊണ്ടുവന്ന നിയമങ്ങളാണെങ്കിലും, നമുക്ക് മാതൃകയായി നിൽക്കുന്ന സാമുവേലിൻ്റെയും മറ്റു പ്രവാചകന്മാരുടെയും ഒക്കെ ജീവിതത്തിലൂടെ നമ്മൾ കാണുന്നത് പോലെയാണെങ്കിലും, നമുക്കേറ്റവും അടുത്ത് നിൽക്കുന്ന മാതൃകയായ നമ്മുടെ രക്ഷകനായ ഈശോ മിശിഹായുടെ മാതൃകയാണെങ്കിലും എപ്രകാരമാണ് ദൈവിക നിയമങ്ങൾക്ക് വിധേയരാകേണ്ടതെന്നും ദൈവസ്വരത്തിന് വിധേയരായി ജീവിക്കേണ്ടത്, അനുസരണയോടെ ജീവിക്കേണ്ടതെന്നും നമുക്ക് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. നമ്മളും ദൈവിക കാര്യങ്ങൾ വ്യാപൃതരായിരിക്കേണ്ടവരാണ്. വി ബിലോങ് ടു ഗോഡ്,
ദൈവത്തിലേക്കാണ് നമ്മൾ ഉന്മുഖരായിരിക്കേണ്ടത്. നമ്മുടെ അസ്തിത്വം അവിടേക്കാണ്. ദൈവികരാണ് നമ്മൾ. ദൈവികമായിട്ട് നമ്മൾ ജീവിക്കണം നമ്മുടെ ചിന്തയിലും സംസാരത്തിലും എല്ലാം എന്ന് ഈ വിശുദ്ധ ഗ്രന്ഥ വായനകൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മെ ദൈവമക്കളാക്കുവാൻ വേണ്ടി മനുഷ്യനായി തീർന്ന ആ ദൈവമനുഷ്യനായതിൻ്റെ ഓർമ്മ, സന്തോഷം ആഘോഷിക്കുന്ന ഈ ദിവസങ്ങളിൽ ദൈവമക്കളായി ജീവിക്കുവാനുള്ള, ദൈവിക ഭവനത്തിൽ ദൈവിക കാര്യങ്ങൾ വ്യാപൃതരായി ജീവിക്കുവാനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.